subscribe, like bell button. നമുക്ക് ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് പൊടിച്ച ബിസ്ക്കറ്റ് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പൊടിക്കാൻ പോകുന്നത് കടലയാണ്. അപ്പോൾ നിങ്ങൾക്ക് കടല വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലും പിസ്ത ബദാം എന്ത് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആ പൊടിച്ച ബിസ്ക്കറ്റും കടലയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി വേണ്ടത് ബട്ടറാണ്. അപ്പോൾ നമുക്ക് ബട്ടർ ആവശ്യത്തിന് നമുക്ക് ബട്ടർ എടുത്താൽ മതി. ബട്ടർ നമ്മൾ ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കടലയും ബിസ്ക്കറ്റും കൂടിയൊക്കെ മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നനവ് പോരാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ഒഴിച്ചാൽ മതി. നമുക്ക് ഇനി എന്ത് ചെയ്യും, അത് കപ്പിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് കപ്പാണ് ആ കപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലത്തെ കുപ്പി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സൈഡ് ഫില്ലാക്കി കൊടുക്കാം. ഫില്ല് ചെയ്യുമ്പോൾ നല്ല തിക്നെസ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ കുപ്പി എടുത്ത് മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരിട്ട് ഒറ്റ മേലേക്ക് വലിക്കരുത്, ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. നമുക്ക് മറ്റേ നേരിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സൈഡിലൊക്കെ അതിൻ്റെ കൂടെ പോരാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് എടുക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഡാർക്കാണ്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ ചോക്ലേറ്റ് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ചുടുവെള്ളമാക്കിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, അത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതേ രൂപത്തിൽ നമുക്ക് ആയി കിട്ടണം. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് ആദ്യം കപ്പിലേക്ക് ഒഴിച്ച് വെക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇതിനനുസരിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾ നിറച്ചാൽ മതി.
കപ്പിൽ നരക്കലൊക്കെ നമ്മളത് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടി ഇതേപോലെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി മൈദ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ മധുരം ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിൽക്കാണ്. അപ്പോൾ മിൽക്ക് ഇതേപോലെ ആവശ്യത്തിനുള്ളത് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടണം നമുക്കിത്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിയെടുക്കണം. ഏകദേശം നമുക്ക് ഈ രൂപത്തിലായി കിട്ടണം. നമ്മളെ കയ്യിൽ നോസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതേപോലത്തെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ചെയ്യണത്. ഞങ്ങളുടെ നോസ് ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യുന്നതാവും ഏറ്റവും നന്നായിട്ട് വരിക. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ കുറച്ച് മിഠായിട്ട് നമുക്ക് എന്താ ഡെക്കറേഷൻ ചെയ്യാം. കുറച്ച് ക്രീം മാറ്റി വെച്ചിരിക്കണ്. അതിൽ കളറ് റെഡ് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡ് കളറിൽ ഉണ്ടാക്കാം. നേരത്തെ മാറ്റി വെച്ച പോലെ ഒരു മഞ്ഞ കളറിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സംഭവം റെഡി ആയിക്കണ്. ഇനി ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മേലൊരു മുന്തിരി വെച്ച് കൊടുക്കാം.
maisha soma sara, ipo siku tanambia. Basi mwasi, sikio la kufa alisikia gitaa, ya nini niku